നിർത്തലാക്കണം. ഞങ്ങളൊക്കെ കൊടുത്തുകാരാ, നിർത്തലാക്കണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പുവർ ക്വാളിറ്റി റോഡ്സ് ആണെങ്കിൽ ടോൾ പിരിക്കാനുള്ള അവകാശമില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് പുവർ ക്വാളിറ്റി റോഡല്ല, ഗട്ടറുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ വളരെ ടോൾ പിരിക്കാൻ ഒരു ഇതുമില്ല, അധികാരമില്ല. കോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നു. 100%. ഇവിടെ മുമ്പും ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ടല്ലോ, എന്തായിരുന്നു ഒരു സ്ഥിതി എന്നുള്ളത് ഓർത്തെടുക്കാൻ കഴിയും. എല്ലാവർക്കും അറിയാവുന്ന കേസ് ഇവിടെ അത്രയും ട്രാഫിക് ജാം അവിടെ. ഈ റോഡ് ഇങ്ങനെയായ കാരണം റോഡ് നന്നാവാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. ഇത് എന്ന് തീരുന്ന അറിയില്ല ഇവിടുത്തെ പണികളെ. ഈ റോഡ് മാത്രമല്ല, എല്ലാ റോഡും ഇതേമാതിരി താൽക്കാലിക ആശ്വാസമാണ് കോടതി ഉത്തരവ്. അതെ അതെ, താൽക്കാലിക ആശ്വാസമാണ് ഇപ്പോൾ. പക്ഷേ ഈ ഉത്തരവിനെ ഒരു മറികടക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇവർ വേറെ കോടതിയിൽ പോയി അതും മറികടക്കാൻ സാധ്യതയുണ്ട്. പൈസയുള്ളവരാണല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഷുവറായിട്ട് അവർ സ്റ്റോപ്പ് ചെയ്യണം. അതിൽ കോർട്ട് ഓർഡർ അവർ പാലിക്കേണ്ടതുണ്ട്. സോറി. ഹൈക്കോടതിയുടെ ഉത്തരവിൽ സന്തോഷമാണ്. തീർച്ചയായിട്ടും അത് പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. താങ്ക് യു. ഇത്തരത്തിലാണ് ആളുകൾ പ്രതികരിക്കുന്നത്. നമുക്കറിയാം, ഈ ടോൾ പ്ലാസയിൽ നിരവധി സംഘർഷങ്ങൾക്കും മറ്റും വേദിയായ ടോൾ പ്ലാസയാണ് ഇത് എന്നുള്ള കാര്യം മറക്കരുത്. നിരവധി തടസ്സങ്ങൾ ഈ ഭാഗത്ത് വർഷങ്ങളുണ്ടായിരുന്നു. ടോൾ പിരിക്കുന്നത് നിർത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടുണ്ട് 4 മാസത്തേക്ക്. എങ്ങനെ പ്രതികരിക്കുന്നു? എങ്ങനെ പ്രതികരിച്ചിട്ടും കാര്യമില്ല. ഇവര് പറയണത് മാത്രം നടക്കുള്ളൂ. ടാക്സ് അടയ്ക്കണം, റോഡും മാറ്റിവിടും, മറിച്ചിടും, ഡീസലൊക്കെ നഷ്ടം. നല്ലത് തന്നെ, നല്ല പ്രതികരണം, നല്ല തീരുമാനം. അതായത് 1.5 മണിക്കൂർ വേണം, 1.5 മണിക്കൂർ കൂടുതൽ വേണം. അങ്കമാലിയിൽ നിന്ന് തുടങ്ങി പന്നിയങ്കര ടോൾ വരെ പോണ്. അത് ഓടുന്ന സമയത്തേക്ക് 1.5 മണിക്കൂർ 2000 രൂപയുടെ ഡീസൽ കൂടുതൽ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോൾ പിരിവില്ലെങ്കിൽ വളരെ നല്ല തീരുമാനം. ഇതാണ്, ഈ തരത്തിലാണ് നിഷാദ് ഇവിടെയുള്ള ആളുകൾ പ്രതികരിക്കുന്നത്. നമുക്കറിയാം, ഏറ്റവും തിരക്കേറിയ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് പാലിയേക്കര ടോൾ പ്ലാസ. ഇവിടെ ടോൾ പിരിക്കേണ്ടെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? ஒன்றும் சொல்ல முடியல. என்ன பண்ண, நம்ம பிரச்சனை பண்ண அப்புறம் நான் லோடு கரெக்ட் டைமுக்கு போய் சேராது. அதுவும் பார்க்க வேண்டியிருக்கு. முன்னாடி இந்த வழி வந்திருக்கீங்களா? எப்படி இருந்தது ரோடு? ரோடு அங்கங்கே வேலை நடந்துட்டு இருக்கு. இதெல்லாம் வசூலே பண்ணக்கூடாது. இவங்க இது பண்ணிட்டு இருக்காங்க. கோர்ட் சொன்னது சரிங்கிறீங்க? சரிதான்.